നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൂഡ് ഡിസോർഡേഴ്സിനെ പറ്റിയാണ്. മൂഡ് ഡിസോർഡേഴ്സിലെ മാനിക് എപ്പിസോഡിനെ പറ്റി. ആദ്യം തന്നെ എന്താണ് മൂഡ് ഡിസോർഡർ എന്ന് നോക്കാം. മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഓഫ് മൂഡാണ്, അക്കമ്പനീഡ് ബൈ ഫുൾ ഓർ പാർഷ്യൽ മാനിക് ഓർ ഡിപ്രസീവ് എപ്പിസോഡ്. പിന്നെ ഇതൊരു ഫിസിക്കലോ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ കൂടെ ഉണ്ടാകുന്ന സാധനം ആയിരിക്കാൻ പാടില്ല. മൂഡ് ഡിസോർഡേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ് മാനിക് എപ്പിസോഡ്, ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ, ഡിപ്രസീവ് എപ്പിസോഡ്, റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ, പെർസിസ്റ്റന്റ് മൂഡ് ഡിസോർഡർ, അതർ മൂഡ് ഡിസോർഡേഴ്സ്, അൺസ്പെസിഫൈഡ് മൂഡ് ഡിസോർഡേഴ്സ്. ഇനി നമുക്ക് മാനിക് എപ്പിസോഡ് നോക്കാം. മാനിക് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മാനിക് റെഫേഴ്സ് ടു ദി സിൻഡ്രോം ഇൻ വിച്ച് ദി സെൻട്രൽ ഫീച്ചർ ഓവർ ആക്ടിവിറ്റി, മൂഡ് ചേഞ്ചസ്, സെൽഫ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്. ഓക്കെ, അതായത് ഓവർ ആക്ടിവിറ്റി ഉണ്ടാവും, മൂഡ് ചേഞ്ചസ് ഉണ്ടാവും, സെൽഫ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് കൂടുതലായിട്ട് കാണും. മാനിയയുടെ ക്ലാസിഫിക്കേഷൻ: ഒന്ന് ഹൈപ്പോമേനിയ, മാനിയ വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസ്, മാനിയ വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ്, അത് മാനിക് എപ്പിസോഡ് അൺസ്പെസിഫൈഡ്. അടുത്തത് എത്തിയോളജി ഓഫ് മാനിയ ആണ് കേട്ടോ. അതിൽ കുറേ ഹൈപ്പോത്തസിസ് ആണ്. ഫസ്റ്റത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് സ്ട്രക്ചറൽ ഹൈപ്പോത്തസിസ്. അതിൽ വരുന്ന പോയിന്റ്സ് ആണ്: ഒന്ന് എക്സസീവ് ലെവൽ ഓഫ് നോ എപ്പിനെഫ്രിൻ ആൻഡ് ഡോപ്പാമിൻ, പിന്നെ ഇംബാലൻസ് ബിറ്റ്വീൻ കോളിനർജിക് ആൻഡ് നോ അഡ്രിനർജിക് സിസ്റ്റം, പിന്നെ ഡെഫിഷ്യൻസി ഓഫ് സെറോട്ടോണിൻ. പിന്നെ ബയോളജിക്കൽ ഫൈൻഡിങ്സിൽ ഇത്തരം പോപ്പുലേഷൻസിൽ ബ്രെയിനിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയറിലോ ബൈലാറ്ററൽ സബ്കോർട്ടിക്കൽ ആൻഡ് പെരിവെൻട്രിക്കുലർ ഗ്രേ മാറ്ററിലും ലെഷൻസ് കാണപ്പെടുന്നത്. ഇത് ജനറ്റിക് കൺസിഡറേഷൻ ആണ്. ഇതിൽ വരുന്നത് ഐഡൻറ്റിക്കൽ ട്വിൻസിൽ നോർമൽ സിബ്ലിങ്സിനെയും ക്ലോസ് റിലേറ്റീവ്സിനെയും കാട്ടിയും കൂടുതൽ ചാൻസ് ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് നോർമൽ സിബ്ലിങ്സിലും പിന്നെ ക്ലോസ് റിലേറ്റീവ്സിലും സാധാരണ പോപ്പുലേഷനേക്കാളും കൂടുതൽ മാനിയ വരാനുള്ള സാധ്യതയുണ്ട്. സൈക്കോ ഡൈനാമിക് തിയറീസ് ആണ് അടുത്തത്. അതിൽ വരുന്നത് ഡെവലപ്മെൻറ്റൽ തിയറീസ് വരുന്നുണ്ട്. ഇത് പ്രകാരം ഫോൾട്ടി ഫാമിലി ഡൈനാമിക്സിൽ വളർന്ന കുട്ടികൾക്ക് മാനിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സൈക്കോ ഡൈനാമിക് തിയറീസിൽ തന്നെ വരുന്ന അടുത്തൊരു പോയിൻ്റാണ് ഡിപ്രഷന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, ഒരു ഡിനയലാണ് മാനിയ. അടുത്തത് സൈക്കോ പാത്തോളജി ഓഫ് മാനിയാണ്. ഇതിൽ മാനിയക് സ്റ്റേറ്റ് ഷോസ് എ ലാക്ക് ഓഫ് ഇൻഹിബിഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിടത്തില്ല, ചെയ്തുകൊണ്ടിരിക്കും, ഇൻഹിബിറ്റ് ആവത്തേയില്ല. പിന്നെ അപ്പാരൻറ്റ് ക്വിക്നെസ്, വേഗത്തിൽ ചെയ്യും, അതായത് സൈക്കോളജിക്കൽ റിയാക്ഷനൊക്കെ പെട്ടെന്നായിരിക്കും. പിന്നെ ഡിസ്ട്രാക്റ്റബിലിറ്റി ഉണ്ടാവും, പെട്ടെന്ന് ഒരു കാര്യം നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മാറി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, അതായത് ഐഡിയാസ് ഒന്നിന്ന് മറ്റേതിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിൽ അബ്രഹാമിനെയും ക്ലയൻറ്റും പറയുന്നുണ്ട്. എബ്രഹാം ബിലീവ്ഡ് ദാറ്റ് ഈ മാനിക് എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു ടോളറേറ്റ് ഡെവലപ്മെൻറ്റൽ ട്രാജഡി ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെന്നാണ് ഈ ഒരു മാനിയ ഉണ്ടാവുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പേരൻസിൻ്റെ ലോസ് ഒക്കെ. പ്ലെയിൻ മാനിയയെ കണ്ടിരുന്നത് ഡിപ്രഷൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആയിട്ടാണ്, ഒരു ഡിനയലായിട്ടാണ് മാനിയനെ കണ്ടത്. ഈ ജനറ്റിക്, ബയോളജിക്കൽ പിന്നെ സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നതാണ് ഇതൊക്കെ. ഇനി അടുത്തത് മാനിയയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കണം കേട്ടോ. അതിൽ ഒന്നാമത്തെയാണ് എലവേറ്റഡ് എക്സ്പെൻസീവ് ഇറിറ്റബിൾ മൂഡ്. ഇത് 4 സ്റ്റേജസ് ഉണ്ട്: യൂഫോറിയ, ഇലേഷൻ, എക്സാൾട്ടേഷൻ, എക്സ്റ്റസി. എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് സെൻസ് ഓഫ് സൈക്കോളജിക്കൽ വെൽബീങ് ആൻഡ് ഹാപ്പിനെസ് നോട്ട് ഇൻ കീപ്പിംഗ് വിത്ത് ഓൺഗോയിങ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ബന്ധമില്ലാത്ത ഭയങ്കരമായിട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ വെൽബീങ്ങിൻ്റെ സെൻസും പിന്നെ ഭയങ്കരമായിട്ട് സന്തോഷവും. ഇലേഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോമോട്ടർ ആക്ടിവിറ്റി കൂടുമ്പോൾ മൂഡ് മോഡറേറ്റ്ലി എലിവേറ്റ് ആവുന്നത്. എക്സാൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡുവർ മൂലം ഉണ്ടാകുന്ന ഇൻറ്റൻസ് എലിവേഷൻ ഓഫ് മൂഡാണ്. ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡുവർ എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുമായിട്ട് തനിക്ക് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഭയങ്കര ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് സ്വത്തോ പണോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നത്, കഴിവൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. എക്സ്പെൻസീവ് മൂഡ് എന്ന് പറഞ്ഞാൽ തനിക്ക് ചുറ്റുള്ള ആൾക്കാരോടും എൻവയോൺമെൻറ്റിനോടൊക്കെ ഒരു അൺസെലക്റ്റീവായിട്ട് അൺസീസിങ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അത് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കൊടുക്കും. അടുത്തത് ഇറിറ്റബിൾ മൂഡാണ്. ഇത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയുമ്പോഴാണ് ഈ ടൈമിൽ ഈ യൂഫോർ, അതായത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം മുഴുവനായിട്ട് ഡിപ്രഷനും ആംഗറും ഒക്കെ ആയിട്ട് മാറും. അടുത്ത ക്ലിനിക്കൽ ഫീച്ചർ ഇൻക്രീസ്ഡ് സൈക്കോമോട്ടർ ആക്ടിവിറ്റി. പേഷ്യൻ്റ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും, മാനിക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഈ ഒരു ആക്ടിവിറ്റീസ് ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. പിന്നെ ഇത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ക്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് സ്പീച്ച് ആൻഡ് തോട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഒന്ന് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഒന്നിൽ മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ പ്രഷർ ഓഫ് സ്പീച്ച്, അതായത് ഫോഴ്സ്ഫുൾ സ്പീച്ച് ആയിരിക്കും. പിന്നെ ഭയങ്കര ജോയ്ഫുൾ ആയിരിക്കും, ഭയങ്കര ലൗഡ് ആയിരിക്കും. പിന്നെ അത് നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവർ തന്നെ സംസാരിച്ച് കൊടുക്കും. പിന്നെ ക്ലാങ് അസോസിയേഷൻ ആണ്, അതായത് റൈമിംഗ് ഉള്ള വേർഡ്സ്, മീനിങ് പരമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ റൈമിംഗ് ഉള്ള വേർഡ്സ് നോക്കിയിട്ട് സംസാരിക്കും. പിന്നെ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ, അതായത് ആരൊക്കെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്. പിന്നെ ഡിസ്ട്രാക്റ്റബിലിറ്റി ആണ്.
ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് സോഷ്യബിലിറ്റീസ്, പിന്നെ ഇമ്പൾസീവ് ബിഹേവിയർ ആണ്, പെട്ടെന്നൊരു ഇമ്പൾസിൽ ആക്ഷൻ ഒക്കെ ചെയ്യും. പിന്നെ ഡിസിൻഹിബിഷൻ, ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹൈപ്പർ സെക്ഷൽ ആണ്, ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ചെയ്യും. പിന്നെ ഡിക്രീസ്ഡ് നീഡ് ഫോർ സ്ലീപ്പ് ഒരു 3 മണിക്കൂറിൽ കുറവൊക്കെ ഉറങ്ങത്തുള്ളൂ. പിന്നെ ഡിക്രീസ്ഡ് ഫുഡ് ഇൻടേക്ക് ഡ്യൂ ടു ഓവർ ആക്ടിവിറ്റി കാരണം ഫുഡ് കുറച്ച് എടുക്കത്തുള്ളൂ. പിന്നെ ഡിക്രീസ്ഡ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നമ്മൾ മാറി ചിന്തിക്കുന്നു പറഞ്ഞില്ലേ. പിന്നെ പുവർ ജഡ്ജ്മെന്റ് ആയിരിക്കും, ആബ്സെന്റ് ഓഫ് ഇൻസൈറ്റ് ആയിരിക്കും. പിന്നെ സെൽഫ് കെയർ ഭയങ്കര മോശമായിരിക്കും. അടുത്തത് സിംറ്റംസ് ഓഫ് ഹൈപ്പോമേനിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമേനിയ, മൈൽഡർ മേനിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എലവേഷൻ ഓഫ് മൂഡ് ഉണ്ടാകും, പിന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്, പിന്നെ ഇൻക്രീസ്ഡ് സൈക്കോളജിക്കൽ വെൽബീങ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ഓൺഗോയിങ് ഇവൻ്റായിട്ട് ബന്ധമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ചില സമയത്ത് ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാകും. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും അറ്റൻഷൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇമ്പയർമെൻ്റ് അനുഭവിക്കും. പിന്നെ ഡിമിനിഷ്ഡ് എബിലിറ്റി ടു റിലാക്സ് ലക്ഷണം, അതായത് റിലാക്സ് ചെയ്യാനും ആനന്ദിക്കാനും ഒക്കെയുള്ള ഒരു എബിലിറ്റി കുറയും. പക്ഷേ ഇതൊന്നും ഇവരെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കത്തൊന്നുമില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ ഹൈപ്പോമേനിയ ഫേസിൽ ഈ ആൾക്കാരുടെ എബിലിറ്റീസ്, പ്രൊഡക്ടിവിറ്റി കൂടും, ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടും. ഇനി അടുത്തത് ഡയഗ്നോസിസ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ്, യങ് മേനിയ റേറ്റിംഗ് സ്കെയിൽ പോലുള്ളത്, പിന്നെ ICD-10 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വെച്ചിട്ട്, പിന്നെ ബേസ്ഡ് ഓൺ സയൻസ് ആൻഡ് സിംറ്റംസിൻ്റെ ബേസിൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ് ഇനി അടുത്തത്. ഫാർമക്കോതെറാപ്പി ഫസ്റ്റ്. ഇതിൽ ലിഥിയം, കാർബാമസിപ്പൈൻ, സോഡിയം വാൽപോറേറ്റ്, ലെമോട്രൈജിൻ ആൻഡ് അതർ ഡ്രഗ്സിൽ വരുന്നതാണ് ക്ലോണാസിപ്പം, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എക്സെട്ര. ഓക്കെ, അടുത്ത ട്രീറ്റ്മെൻ്റ് ആണ് ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഇത് അക്യൂട്ട് മാനിക് എക്സൈറ്റ്മെൻറ്റിൻ്റെ ടൈമിലാണ് കൊടുക്കുന്നത്. എപ്പോഴാണെന്ന് വെച്ചാൽ ആൻറ്റി സൈക്കോട്ടിക്സും ലിഥിയൊന്നും വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ. ഇത് സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഫാമിലി ആൻഡ് മാരിറ്റൽ തെറാപ്പി. ഇതിൽ ഇൻട്രാ ഫെമിലിയലും ഇൻ്റർ പേഴ്സണൽ ഡിഫിക്കൽട്ടീസും ഡിക്രീസ് ചെയ്യാനും സ്ട്രെസ്സേഴ്സിനെ റെഡ്യൂസ് മോഡിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ്. നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് നഴ്സിംഗ് അസസ്മെൻറ്റിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് സയൻസും സബ്ജക്റ്റീവ് സിംറ്റംസും. ഒബ്ജക്റ്റീവ് സയൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ഓഫ് സ്പീച്ച്, റാപ്പിഡ് സ്പീച്ച്, ലൗഡ് പ്രഷർ സ്പീച്ച്, ഈസിലി ഡിസ്ട്രാക്റ്റഡ്, ഓവർ ആക്ടിവിറ്റി, മൂഡ് ലെബിലിറ്റി, വെയിറ്റ് ചേഞ്ചസ്. പിന്നെ അതിൽ സബ്ജക്റ്റീവ് സിംറ്റംസിൽ വരുന്നതാണ് ഫീലിംഗ് ഓഫ് ജോയ്, റാപ്പിഡ് മൂഡ് സ്വിങ്സ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഡെലൂഷനും ഹെലൂസിനേഷൻ. Nursing diagnosis: high risk for injury related to extreme hyperactivity and impulsive behavior evidenced by lack of control over purposeless and potentially injurious movements. എക്സ്ട്രീം ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസീവ് ബിഹേവിയറും കാരണം ഇഞ്ചുറി ഉണ്ടാകാൻ വേണ്ടി ഹൈ റിസ്ക് ഉണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈ കുറച്ച് വെക്കാൻ വേണ്ടി നോക്കുക. അതിൽ ഒരു സിംഗിൾ റൂമൊക്കെ അസൈൻ ചെയ്യുക. പിന്നെ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് കുറയ്ക്കുക, അതായത് വിസിറ്റേഴ്സിനൊക്കെ കുറയ്ക്കുക. പിന്നെ ലൈറ്റ്, നോയ്സ് ലെവലൊക്കെ കുറച്ച് വെക്കുക. ഹസാർഡസ് ആയുള്ള ഒബ്ജക്റ്റ്, സബ്സ്റ്റൻസ് ഒക്കെ റൂമിൽ നിന്ന് മാറ്റുക. പിന്നെ പേഷ്യൻ്റെ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ആക്കുക, ഫിസിക്കലായിട്ടുള്ളതും ക്രിയേറ്റീവ് റൈറ്റിംഗ് പോലുള്ള ഇതിലേക്ക്. ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്ന സാഹചര്യത്തിൽ പേഷ്യൻ്റെ കൂടെ നിൽക്കുക. പിന്നെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻ കൊടുക്കുക. അടുത്ത നഴ്സിംഗ് ഡയഗ്നോസിസ്: ഹൈ റിസ്ക് ഫോർ വയലൻസ്, സെൽഫ് ഡയറക്റ്റഡ് ഓർ ഡയറക്റ്റഡ് അറ്റ് അതേഴ്സ് റിലേറ്റഡ് ടു മാനിക് എക്സൈറ്റ്മെൻറ്റ്, ഡെലൂഷണൽ തിങ്കിങ് ആൻഡ് ഹാലൂസിനേഷൻ, ഹൈ എക്സൈറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങിയത് കാരണം മറ്റുള്ളവരുടെ നേർക്കോ സ്വന്തം നേർക്കോ ഇഞ്ചുറീസ് ഉണ്ടാക്കാനുള്ള വയലൻസിനുള്ള സാധ്യത. സ്റ്റിമുലസ് കുറച്ച് വെക്കുക. പിന്നെ 15 മിനിറ്റ് കൂടുമ്പോൾ പേഷ്യൻ്റ് ഒബ്സർവ് ചെയ്യുക. പിന്നെ ഷാർപ്പ് ഒബ്ജക്ട്സ്, ഗ്ലാസ്, മിറർ ഐറ്റംസ്, ബെൽറ്റ്, ടൈസ്, മാച്ച് ബോക്സ് തുടങ്ങിയവയൊക്കെ റൂമിൽ നിന്ന് പേഷ്യൻ്റ് എൻവയോൺമെൻറ്റിൽ നിന്ന് മാറ്റാൻ ശ്രദ്ധിച്ചിൻ്റെ വയലൻറ്റ് ബിഹേവിയർ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക. പേഷ്യൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. പേഷ്യൻറ്റിനോട് മറ്റേ എയറോബിക്സ് പോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. ട്രാങ്ക്ലൈസേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക ഇപ്പോഴും ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ. പിന്നെ റിസ്ട്രെയിൻസ് റിമൂവ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് റിമൂവ് ചെയ്യുക, പെട്ടെന്ന് റിമൂവ് ചെയ്യാതിരിക്കുക. അടുത്തത് ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ ലെസ് ദാൻ ബോഡി റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു റിഫ്യൂസൽ ഓർ ഇനബിലിറ്റി ടു സിറ്റ് സ്റ്റിൽ ലോങ് എനഫ് ടു ഈറ്റ് എവിഡൻസ്ഡ് ബൈ വെയിറ്റ് ലോസ് അമിനോയ. അതായത് ഒരുപാട് നേരം ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര വീർപ്പുമുട്ടലായിട്ട് പേഷ്യൻറ്റിന് തോന്നും, അപ്പോഴേ കഴിക്കത്തില്ല. ഹൈ പ്രോട്ടീൻ, ഹൈ കലോറിക്, ന്യൂട്രീഷ്യസ് ഫുഡും ഡ്രിങ്ക്സും കൊടുക്കുക. അതായത് ഇപ്പോഴെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കഴിക്കാൻ പറ്റിയ ടൈപ്പ്. പേഷ്യൻറ്റിന് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ദിവസം 6 to 8 ഗ്ലാസസ് ഓഫ് ഫ്ലൂയിഡ് കൊടുക്കുക. പിന്നെ യൂണിൽ എപ്പോഴും ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കരുതി വെക്കണം. അടുത്ത ഡയഗ്നോസിസ് ആണ് ഇംപെയർഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ റിലേറ്റഡ് ടു ഈഗോസെൻട്രിക് ആൻഡ് നാർസിസിസ്റ്റിക് ബിഹേവിയർ എവിഡൻസ്ഡ് ബൈ ഇനബിലിറ്റി ടു ഡെവലപ്പ് സാറ്റിസ്ഫൈയിങ് റിലേഷൻഷിപ്പ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് അതേഴ്സ് ഫോർ ഓൺ ഡിസയേഴ്സ്.
എന്തൊക്കെയാണ് ഇൻ്റർവെൻഷൻസ് നോക്കാം. ആദ്യം തന്നെ ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി കുറക്കുമെന്ന് മനസ്സിലാക്കുക. പേഷ്യൻ്റെ മാനിപ്പുലേറ്റീവ് ബിഹേവിയറിന് ലിമിറ്റ് സെറ്റ് ചെയ്യുക. ആ ലിമിറ്റ് മറികടന്നാൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് ഡിസ്കസ് ചെയ്യുക, പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുക. ഈ ലിമിറ്റ് മറികടക്കാനുള്ള പേഷ്യൻ്റെ ബാർഗൈനിങ്ങും ആർഗ്യുമെൻറ്റ്സും ഒക്കെ ഇഗ്നോർ ചെയ്ത് വിടുക. നോൺ മാനിപ്പുലേറ്റീവ് ബിഹേവിയറിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു പേഷ്യൻ്റെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. ബാക്കി അടുത്ത വീഡിയോയിൽ ഡിപ്രഷനും ബൈപ്പോളറും ഒക്കെ നോക്കാം. സോ ബൈ, താങ്ക് യു ഫോർ ലിസണിങ്.